ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഇഫ്താർ മീറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും അസർ ബാങ്ക് കൊടുത്തപാടെ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എൻ്റെ ഇന്നൂസ് ഇപ്പോൾ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നോസ് എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയാണ്. അവളെ ഞാൻ ഇന്നത്തെ ഒരു മീറ്റപ്പിന് കൊണ്ടുപോകുന്നില്ല. കാരണം ഇന്നത്തെ ഇഫ്താർ മീറ്റിന് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രം കൂടാനുള്ള ഒരു പ്ലാനാണ്. കുട്ടികളൊന്നും ഇല്ലാതെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ മീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ മീറ്റപ്പ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ബെസ്റ്റീസ് മാത്രമായിട്ടുള്ളൊരു ചെറിയ ഇഫ്താർ മീറ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളിന്ന് ബീച്ചിലാണ് കേട്ടോ മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ എടുത്തു വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിസ്കാരക്കുപ്പായമാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബീച്ചിൽ നൈറ്റിൽ വെളിച്ചം ഉണ്ടാവില്ല, അപ്പോൾ ഒരു ലാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ലാമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പവർ ബാങ്കും അതിൻ്റെ വയറും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അധികം വൈകിക്കണ്ട, ഞാൻ നേരെ പോവുകയാണ്. അപ്പോൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ വാട്ടർ ബോട്ടിലും പിന്നെ ലാമ്പും സ്കരപ്പായൊക്കെ ഞാൻ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഡിക്കിൽ. അപ്പോൾ ഇനി അധികം വൈകിക്കുന്നില്ല, ഞാൻ നേരെ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ സമയം വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ ചെമ്മാട് വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫസ്റ്റിനെ ചെമ്മാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഞാൻ ചെമ്മാട് ടൗണിലാണ് ഉള്ളത്. അപ്പം ഞാൻ അവളെ പിക്ക് ചെയ്തു. ഇപ്പോൾ അവളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അർഷിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അർഷി അവളുടെ വീട്ടിൽ നിന്ന് ബൈക്കിൽ നേരിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അവളും ഞങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ പരപ്പനങ്ങാടി വഴി കെട്ടുങ്ങൽ ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇഫ്താർ മീറ്റിൻ്റെ പ്ലാൻ ഉണ്ടായത് ശരിക്കും ഒരു ഒറ്റ മൈൻഡിലുണ്ടായ പ്ലാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡിൻ്റെ കാര്യം ഒട്ടും പ്രിപ്പയർഡ് അല്ല. സോ ഞങ്ങൾ പരപ്പനങ്ങാടിയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ റമദാൻ ഇഫ്താർ മെനു എന്ന് പറഞ്ഞിട്ടൊരു മെനു കാർഡ് ഉണ്ടായിരുന്നു. അതിൽ 259 രൂപയുടെ ഒരു ഫുഡിൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ നിന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് നല്ല ടൈം എടുക്കും, ഏകദേശം ഒരു 6:15 ആവും എന്ന് പറഞ്ഞു. സോ അത്രയും ടൈം വെയിറ്റ് ചെയ്യാനുള്ളൊരു സമയം ഞങ്ങളുടെ പക്കലില്ല. ഓൾറെഡി ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു പ്ലാനിങ് ക്യാൻസലാക്കിയിട്ട് ഫുഡൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു. 2 ഐറ്റം സ്നാക്സ്, ജ്യൂസ്, ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ കെട്ടുങ്ങൽ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇനി അധികം വെയിറ്റ് ചെയ്യാനൊന്നുമില്ല, പെട്ടെന്ന് പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ബീച്ചിൽ പോയിട്ട് സാധനമൊക്കെ സെറ്റാക്കുക. കാരണം ഇപ്പോൾ സമയം ഏകദേശം 6:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം ടൈമില്ലല്ലോ, പെട്ടെന്ന് സെറ്റാക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വിരിപ്പൊക്കെ വിരിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ബാങ്ക് കൊടുക്കാനുള്ള ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് സെറ്റാക്കണം. നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കടൽക്കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പ്രത്യേക ഒരു മനസ്സിനൊരു റിലാക്സേഷൻ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ബീച്ചിൽ നമ്മൾ മാത്രമല്ല വേറെ ഫാമിലീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ആർഭാടമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും എടുത്തിട്ടില്ല, വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ 3 പേർക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അധികം വെയിറ്റ് ചെയ്യാനില്ല, നമ്മുടെ സമയമായിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയമായപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു. ഞങ്ങൾക്ക് അവിടെ ഇരുന്നപ്പോൾ ബാങ്കൊന്നും കേൾക്കുന്നില്ല കേട്ടോ. നാട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ നോമ്പ് തുറന്നെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കേട്ട് ഞങ്ങളും എന്ത് ചെയ്തു, ഈത്തപ്പഴം എടുത്തിട്ട് അങ്ങോട്ട് നോമ്പ് തുറന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉള്ള ഫുഡ് വെച്ച് അങ്ങോട്ട് അറ്റാക്ക് തുടങ്ങി. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ആപ്പിൾ ജ്യൂസ് ആയിരുന്നു. ജ്യൂസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, വിശന്നിരിക്കുന്ന ആ ഒരു സമയം കുടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. സമൂസയും അതുപോലെ ഒരു എഗ്ഗിൻ്റെ എന്തോ ഒരു ബോണ്ട ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ സമയം സന്ധ്യ ഇരുട്ടായപ്പോൾ പിന്നെ ഞങ്ങൾ ലാമ്പൊക്കെ കത്തിച്ചു. പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ നൈറ്റിലൊക്കെ ബീച്ചിൽ. ഇനിയും ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സായിട്ട് കൂടാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, നന്നായിട്ട് മിസ് ചെയ്യും. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ചു, ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസ് ഞങ്ങളെ വയറ്റിൽ ഇല്ലാത്ത പക്ഷേ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ, താങ്ക് യു.